അർജന്റീന എന്ന ഫുട്ബോൾ നേഷൻ ആദ്യമായിട്ടാണോ ആൾക്കാരെ പറ്റിക്കുന്നത്? അവരാദ്യമായിട്ടാണോ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സിയിൽ പെടുന്നത്? ഇതാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു എ ന്യൂ വീഡിയോ. ആദ്യമായിട്ടാണോ അർജന്റീന ഒരു വേൾഡ് കപ്പിൽ ഇങ്ങനൊരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ അവരുടെ ഒരു വേൾഡ് കപ്പ് ഒരു വിക്ടറി ആദ്യമായിട്ടാണോ ഇങ്ങനൊരു ടോക്കിലേക്ക് വരുന്നത്? അപ്പം ഇതിനായിട്ട് നമ്മൾ മറഡോണയിലെ ഹാൻഡ് ഓഫ് ഗോഡിലേക്കല്ല പോകുന്നത്, 1978 വേൾഡ് കപ്പിലേക്കാണ് പോകുന്നത്. അപ്പം അർജന്റീനയായിരുന്നു ഹോസ്റ്റ് ചെയ്തത്. അപ്പം അർജന്റീന ഭരിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും ഒരു ബ്രൂട്ടലായിട്ടുള്ള, സൗത്ത് അമേരിക്ക കണ്ടത് ഏറ്റവും വലിയ ബ്രൂട്ടലായിട്ടുള്ള വിഡേല എന്ന് പറഞ്ഞൊരു ജനറലായിരുന്നു. അവിടെ മിലിറ്ററി ഭരണമാണ് നടന്നുകൊണ്ടിരുന്നത്. 76 പുള്ളി ഭരണത്തിൽ കയറുന്നത്, 78 വേൾഡ് കപ്പ് നടക്കുന്നത്. ഓക്കെ, അപ്പം പുള്ളിയുടെ ഭരണത്തിൽ അവിടുത്തെ ജനങ്ങൾ ഒരുപാട് പൊറുതിമുട്ടിയിരുന്നു. അപ്പം പുള്ളിക്ക് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സമയത്ത് ആ സമയത്താണ് ഈ വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പം ഈ പ്രക്ഷോഭങ്ങളുടെ ഗതി ഒന്ന് മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പുള്ളി ചെയ്തൊരു കാര്യമാണ് ഈ ഒരു വേൾഡ് കപ്പ് എങ്ങനെയും അർജന്റീന ജയിക്കുക എന്നുള്ളത്. അതിൻ്റെ മെയിൻ പോയിന്റ് ആയിരുന്നു ഈ ഒരു വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ അർജന്റീനയും ബ്രസീലും ഒരേ പൂളിലായിരുന്നു കളിച്ചത്. അപ്പം രണ്ടുപേർക്ക് ഏകദേശം സെയിം പോയിന്റ് ആയിരുന്നു. അപ്പം അർജന്റീന, അതായത് നമ്മുടെ അർജന്റീനയും ബ്രസീലിൻ്റെ ലാസ്റ്റ് കളി ഒരേ സമയത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ആ കളി ഒരേ സമയത്ത് സ്റ്റാർട്ടായില്ല. എന്തൊക്കെയോ കാരണങ്ങളാൽ അർജന്റീനയുടെ കളി ടൈം മാറ്റി. അപ്പം അതിന് കാരണം പറയുന്നത്, അപ്പം ഇവർക്ക് ഏകദേശം ഒരേ പോയിന്റ് ആയതുകൊണ്ട് തന്നെ ബ്രസീൽ അടിച്ചത് 4 ഗോളുകളായിരുന്നു ആ കളിയിൽ. പക്ഷേ ഒരേ സമയത്ത് കളി നടന്നാൽ എത്ര ഗോൾ ഡിഫറൻസിൽ ആരും മുന്നിൽ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, രണ്ടുപേർക്കും ഒരേ പോയിന്റ്, അല്ലെങ്കിൽ അർജന്റീന ഒരു ഗോൾ കുറച്ച് അടിച്ചാൽ ഗോൾ ഡിഫറൻസിന്റെ ബേസിൽ ബ്രസീലും ജയിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് ടൈം മാറ്റിയെന്നാണ് പറയുന്നത്. അർജന്റീന അന്ന് കളിക്കുന്ന ടീം എന്ന് പറഞ്ഞാൽ പെറു ആണ്. പെറു വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ടീമാണ് ആ വേൾഡ് കപ്പിൽ. അപ്പം അവരുടെ ടീമുമായിട്ടാണ് കളിക്കുന്നത്. അപ്പം ആ ടീമിനെ അർജന്റീന തോപ്പിച്ചത് 6-0. അപ്പം ഈ 6-0 എന്നൊരു ആ സ്കോറിൻ്റെ പ്രത്യേകതയുണ്ട്. അതായത് അവർക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ എത്ര ഗോൾ ഡിഫറൻസ് ആയിരുന്നു വേണ്ടത്, ആ കറക്റ്റ് ഗോൾ ഡിഫറൻസ് ആണ് 6-0 എന്നുള്ളത്. അപ്പം അതിലേക്ക് തന്നെയാണ് അവർ എത്തിക്കുന്നത്. അപ്പം അത് ചിലപ്പം ഓട്ടോമാറ്റിക്കലി സംഭവിച്ചായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ പുറകെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരിക്കും. ആ കോൺട്രവേഴ്സി പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഈ വിഡേല അവരുടെ അധികാരി, അർജന്റീനയുടെ സ്വച്ഛാധിപതി അല്ലെങ്കിൽ ഡിക്റ്റേറ്റർ, ആ പുള്ളി പെറുവിൻ പ്ലെയേഴ്സുമായിട്ട് കണ്ട് സംസാരിക്കുകയും അവരെ പലതരത്തിൽ ഭീഷണിപ്പെടുത്തി അവർക്ക് പല വാഗ്ദാനങ്ങൾ കൊടുത്ത് അതിൽ ബെറ്റർ കരിയർ, ബെറ്റർ ട്രാൻസ്ഫേഴ്സ് എന്നുള്ള പെറു ഒരു ദരിദ്ര രാജ്യമാണ് ആ സമയത്ത്. അപ്പം അവർക്ക് കുറച്ചും കൂടെ ക്യാഷ് കിട്ടുന്ന രീതിയിലേക്കാണ് പുള്ളിയുടെ സംസാരം വന്നത്. പിന്നെ വേറൊരു പെറുവിൻ പ്ലെയേഴ്സ് തന്നെ പറഞ്ഞാണ്. പിന്നെ അവരുടെ ഗോൾ കീപ്പർ അർജന്റീനിയൻ ഗോൾ കീപ്പർ ആയിരുന്നു. ആ കളിയിൽ ആ ഗോൾ കീപ്പറുടെ പല സേവുകളും അല്ലെങ്കിൽ പല മൂവ്മെന്റ്സും അർജന്റീനയ്ക്ക് ഫേവറബിൾ ആയിരുന്നു എന്നാണ് പിന്നീട് നമുക്ക് ഈ പറയുന്ന പെറുവിൻ പ്ലെയേഴ്സ് തന്നെ പറഞ്ഞത്. ഈ കളി കഴിഞ്ഞ് ഈ പ്ലെയേഴ്സിന്റെ എല്ലാ അക്കൗണ്ടിലേക്ക് വലിയൊരു ഭീമൻ തുക അർജന്റീനയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഈ ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെയാണ്. ഇത് ആദ്യമായിട്ട് നടന്നൊരു കാര്യമല്ല. ഇത് 78 പറയുന്നത്. ഇനി ഹാൻഡ് ഓഫ് ഗോഡിന്റെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ആദ്യമായിട്ടല്ല അർജന്റീന ഇങ്ങനൊരു പൊസിഷൻ നിൽക്കുന്നത്. അവരുടെ നമ്മുടെ 2022 വേൾഡ് കപ്പിന് മുമ്പ് അവർ ജയിച്ച 2 വേൾഡ് കപ്പിലും ഇതേ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു.